ആധുനിക സമൂഹത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴത്തെ ഈ സമൂഹം. സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ നാം നമ്മളെ തന്നെ അങ്ങ് മറക്കുകയാണ് ചെയ്യുന്നത്. നാം എന്തിനാണ് ജീവിക്കുന്നത്, നാം എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നാം നന്ദി കാണിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരി വാരി തരുകയാണ്. എന്നിട്ടും നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം ഓർത്തിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കണം സഹോദരങ്ങളെ. എല്ലാ കാര്യത്തിലും ഏത് സമയത്തും അള്ളാഹുവിന് വേണ്ടി നാം ശുക്ർ ചെയ്യണമെന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ പറ്റി ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്. അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. ഭൂമിയെ നാം ഒരു വിരിപ്പും പർവ്വതങ്ങളെ ആണികളുമാക്കിയില്ലേ? നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടിൽ ഭൂമികുലുക്കം ഉണ്ടായാൽ നമുക്ക് എത്രമാത്രം അസ്വസ്ഥതയാണ് നമുക്കുണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് തകരാറ് സംഭവിച്ചാൽ നമുക്ക് എത്ര നല്ല വേദനയാണ് ഉണ്ടാകുന്നത് എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? ഒരു പ്രദേശം നശിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാകുമെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ റബ്ബിന്റെ അനുഗ്രഹമാണെന്ന് നാം അത് ആലോചിക്കണമെന്ന് നാം യാഥാർത്ഥ്യമായി പറയുന്നു. അതുപോലെ ഖുർആൻ വീണ്ടും പറയുന്നു, വഖലഖനാകും അസ്വാജ. നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വജഅൽനാ നൗമകും സുബാത. നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിനെ നമുക്ക് സൂചിപ്പിക്കുന്നത് നാം ആലോചിക്കേണ്ടത്, സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ്. ഒരു ദിവസത്തെ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങൾ തന്നിട്ടും നമുക്കൊരു ഉറക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്നു. ഒരു മരണം പോലെ ഉറക്കി ജീവിപ്പിക്കുന്ന അള്ളാഹു എത്ര കാരുണ്യവാൻ, എത്ര അനുഗ്രഹീതൻ എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് വരുന്ന സംഭവമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നാം നമ്മുടെ നിത്യജീവിതത്തിൽ നാം ആലോചിക്കേണ്ട സംഭവമാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹു എത്ര കാരുണ്യവാനെന്ന് നാം ആലോചിക്കേണ്ട സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ ഓർക്കുക. ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക, ശുക്ർ ചെയ്യുക, ക്ഷമിച്ച് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ നാം ക്ഷമ കാണിക്കുക. ഖുർആൻ പറയുന്നു, ഫസ്ബിർ സബ്റൻ ജമീല. നിങ്ങൾ ഭംഗിയായി ക്ഷമിക്കുകയെന്ന് ഖുർആൻ വ്യക്തമാക്കി പറയുന്നു. ഏതായാലും നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക്